ഇന്ത്യ അതിൻ്റെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിലാണ്. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയെടുത്തതിൻ്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കിയാണ് ഓരോ സ്വാതന്ത്ര്യദിനവും കടന്നുപോകുന്നത്. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരെ നാം ഓർക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ബാലഗംഗാധര തിലകനും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവൻ ബലിയർപ്പിച്ചത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടിയായിരുന്നു. ജ്ഞാനത്വത്തിൽ ഏകത്വം എന്ന ആശയം ഇന്നും പരിപാലിച്ചു പോകുന്ന നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം പോലും മറക്കരുതാത്ത ചില സംഭവങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുണ്ട്. സംസ്കാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അക്ഷയഖനിയായിരുന്നു ഭാരതം. ഈ സമ്പത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ തേടി. ആദ്യമായി ഇന്ത്യയെ കീഴടക്കാനായി കച്ചകെട്ടിയ രാജ്യങ്ങൾ സ്പെയിനും പോർച്ചുഗലുമായിരുന്നു. 1492 സ്പെയിനിന്റെ പ്രതിനിധിയായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട കൊളംബസ് എത്തിച്ചേർന്നത് അമേരിക്കയിലായിരുന്നു. ഒടുവിൽ വാസ്കോഡഗാമ എന്ന നാവികൻ 1498 ഈ അക്ഷയഖനിയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങി. ഇതോടെ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ആദ്യത്തെ ജലപാത തുറക്കപ്പെടുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റിക്കുറിച്ച സംഭവമായി ഇത് മാറി. അതിനുശേഷം ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തീരത്ത് അണയുകയുണ്ടായി. പോർച്ചുഗലിൻ്റെ പിറകെയായി ഇന്ത്യയിലേക്ക് വന്ന ഡച്ചുകാർക്കും ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഉണ്ടായിരുന്ന ഏക ലക്ഷ്യം ഇന്ത്യയുമായുള്ള കച്ചവടമായിരുന്നു. എന്നാൽ ഇവരിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യൻ രാജാക്കന്മാരുമായുള്ള വിഭിന്നതയിൽ അമർന്ന് ദുർബലരായി. എന്നാൽ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി 1600 സ്ഥാപിതമായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ രാജാക്കന്മാരെ വളരെ തന്ത്രപൂർവ്വം അവരുടെ അധീനതയിൽ എത്തിച്ചു. തുടക്കത്തിൽ ഒരു വ്യാപാര സ്ഥാപനമായിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രമേണ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാനുള്ള പരിശ്രമം ആരംഭിച്ചു. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നവും ഫലഭൂയിഷ്ഠവുമായ പ്രദേശമായ ബംഗാളിലാണ് രാഷ്ട്രീയ ആധിപത്യത്തിന് തുടക്കം കുറിച്ചത്. ജലഗതാഗത സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ബംഗാളിൽ വ്യാപാരങ്ങൾക്ക് സൗകര്യപ്രദമായിരുന്നു. അന്നത്തെ ബംഗാളിനെ കീഴടക്കി ഇന്ത്യയെ മൊത്തം കീഴടക്കാം എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. അങ്ങനെ കച്ചവടത്തിൻ്റെ മറവിൽ അവർ കൽക്കട്ടയിൽ കോട്ടകൾ പണിയാൻ തുടങ്ങി. ഇന്ത്യയിലെ ചരക്കുകൾക്കു നികുതിയും ചുമത്തി. ഈ നടപടി ബംഗാൾ നവാബായ സിറാജ് ദൗളയെ ക്ഷുഭിതനാക്കി. മാത്രമല്ല 1756 നവാബ് ഇംഗ്ലീഷ് ഫാക്ടറിയും വില്യം കോട്ടയും പിടിച്ചടക്കി നിരവധി വിദേശികളെ തടവിലാക്കി. ഇതറിഞ്ഞ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് സൈന്യവും നവാബും തമ്മിൽ 1757 പ്ലാസയിൽ ഏറ്റുമുട്ടുകയുണ്ടായി. അതിൽ നവാബിനെ നിഷ്പ്രയാസം കീഴടക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാർ പ്ലാസയിൽ നേടിയ ഈ വിജയം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തിയായി മാറി. പിന്നീട് ഒരു നൂറ്റാണ്ടുകാലം ഇന്ത്യയെ വെട്ടിപ്പിടിച്ചും രാജ്യത്തിൻ്റെ വിഭവങ്ങൾ വെട്ടിപ്പിടിച്ചും ബ്രിട്ടീഷുകാർ ഭരണം തുടർന്നു. 1800-കളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി ജനങ്ങൾക്കിടയിൽ വ്യാപകമായ അസംതൃപ്തി പടരാൻ തുടങ്ങി. കമ്പനി ഭരണം എല്ലാ വിഭാഗങ്ങളെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വളർന്നു വന്ന അസംതൃപ്തിയും വെറുപ്പും 1857 ഒരു ലഹളയായി പൊട്ടിത്തെറിച്ചു. ഈ കലാപത്തെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത്. മാർച്ച് 29 ഡൽഹിക്കടുത്തുള്ള പട്ടാള ക്യാമ്പിൽ മംഗൾ പാണ്ഡെ എന്ന പട്ടാളക്കാരൻ വെള്ളക്കാർക്കെതിരെ വെടിയുതിർത്തതിൽ നിന്നുമാണ് ഈ കലാപം ആരംഭിച്ചത്. മീററ്റിൽ തുടങ്ങിയ കലാപം ഇന്ത്യയിലാകെ വ്യാപിച്ചു. ഝാൻസി റാണി, ബഹദൂർ ഷാ രണ്ടാമൻ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ പോരാട്ടത്തിന് നേതൃത്വം നൽകി. ഈ കലാപത്തിനെ അടിച്ചമർത്താൻ കമ്പനി സൈന്യത്തിന് വളരെയേറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു.
1858 ഓഗസ്റ്റ് 2 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്തു. അങ്ങനെ 1887 വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിനിയായി. ഭാരതത്തെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു. WC ബാനർജി ആയിരുന്നു പ്രഥമ പ്രസിഡന്റ്. 1905 ബംഗാൾ വിഭജനം സാധ്യമാക്കി. 1914 ആരംഭിച്ച ഒന്നാം ലോകമഹായുദ്ധം രാജ്യത്തെ കടുത്ത പട്ടിണിയിലാക്കി. ഇത് ജനങ്ങളെ വിപ്ലവ സമരത്തിലേക്ക് നയിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മഹാത്മാഗാന്ധി 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തി. ഗാന്ധിജിയുടെ ഈ വരവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗത്തിന്റെ പിറവിക്ക് കാരണമായി. അഹിംസയിൽ ഊന്നിയ ഒരു പുതിയ സമരമുറയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. ഗാന്ധിജി തന്റെ സമരരീതി ആദ്യമായി പരീക്ഷിച്ചത് ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരിൽ ആയിരുന്നു. 1917 ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ടാവുന്നത്. ചമ്പാരനിൽ ബ്രിട്ടീഷ് ആവശ്യപ്രകാരം നീലം കൃഷി ചെയ്യാൻ കർഷകർ നിർബന്ധിതരായി. ഇതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം പല വിധത്തിലുള്ള കലാപങ്ങളും പ്രശ്നങ്ങളും എല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയുണ്ടായി. അതിലൊന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 എല്ലാ തരത്തിലുള്ള പൊതുയോഗങ്ങളും നിരോധിക്കുന്നതായി ജനറൽ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അതറിയാതെ ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. ഈ സമയത്ത് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ ജനക്കൂട്ടത്തിനു നേരെ വെടിവെക്കുന്നതിന് ജനറൽ ഡയറക്ടർ ഉത്തരവിട്ടു. അതുമാത്രമല്ല, പ്രധാന കവാടം അടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ കൂട്ടക്കൊലയിൽ അന്ന് 350 പേര് മരിച്ചു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിനെ തുടർന്നാണ് രാജ്യത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. 1920 മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ ചുമതല ഏറ്റെടുക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. അഹിംസയിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഫലമായി ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയുണ്ടായി. അദ്ദേഹം രാജ്യമെമ്പാടും സഞ്ചരിച്ച് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് രാജ്യത്തെ മുഴുവൻ അറിയിച്ചു. 1922 ചൗരി ചൗര പോലീസ് സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായതോടെയാണ് നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചത്. 1929 സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞതിന് ഭഗത് സിംഗ്, ശുകദേവ്, രാജഗുരു എന്നിവരെ തൂക്കിലേറ്റി. ഉപ്പിന് ഏർപ്പെടുത്തിയ നികുതിക്കെതിരെ പ്രതികരിക്കുന്നതിനു വേണ്ടി 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡി കടപ്പുറത്തേക്ക് മാർച്ച് നടത്തുകയും കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് കുറുക്കി ഉണ്ടാക്കുകയും ചെയ്തു. നിയമലംഘനത്തിന്റെ ഭാഗമായി പിന്നീട് ഇവിടെ കൂടിയ ജനക്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. എങ്കിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അലയൊലികൾ പലയിടങ്ങളിലും തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 1942 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകി. ബോംബെയിൽ നടത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസംഗത്തിൽ ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തു. എത്രയും നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യവുമായി സുഭാഷ് ചന്ദ്രബോസ് INA പ്രവർത്തനം ഊർജിതപ്പെടുത്തി. രണ്ടാം ലോകമഹായുദ്ധം കത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. 1945 രണ്ടാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചു. 1947 ജൂലൈ 18 ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നെഹ്റുവിനെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി മാറി. സ്വാതന്ത്ര്യദിനത്തിന്റെ ഈ ശുഭദിനത്തിൽ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും പ്രതിജ്ഞയെടുക്കാം. सुफला मलयज शीतला
ശ്യാമലാം മാതരം വന്ദേ